കുട്ടികൾ പഠിക്കട്ടെ. അവർ വിവാഹം കഴിക്കുന്നതിൻ്റെ സമയമാകുമ്പോൾ അവർക്കും അറിയാമല്ലോ വിവാഹം കഴിക്കണമെന്ന്. അവർ വിവാഹം കഴിക്കാൻ സ്വയം പര്യാപ്തമാകട്ടെ. ഇന്നിപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബിസിനസ്സുകാരും ഡാൻസുകാരും പാട്ടുകാരും ഒന്നും ഉണ്ടാകില്ലായിരുന്നു. ഒരു ചെറിയ പ്രായമാകുമ്പോൾ തന്നെ അവരെ പിടിച്ച് നിക്കാഹ് കഴിക്കും, 4-5 കുട്ടികളാകും. പിന്നെ അവരുടെ ജീവിതം വീട്ടിനകത്ത് തന്നെ പലപ്പോഴും പർദ്ദയ്ക്കുള്ളിൽ തളയ്ക്കപ്പെടുമായിരുന്നു. പക്ഷെ ആ കാലമെല്ലാം പോയി. മുസ്ലിമിനകത്ത് തന്നെ, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വലിയ പരിവർത്തനമുണ്ടായി. നായർ നമ്പൂതിരിമാരുടെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ വലിയ പരിവർത്തനമാണ് ഉണ്ടായത്. അത്രയും പരിവർത്തനം ഇപ്പുറത്തുണ്ടായില്ല. എന്തായാലും വലിയ പരിവർത്തനമുണ്ടായി. ഇപ്പോൾ പലപ്പോഴും ഭാര്യയേക്കാൾ പ്രായം കുറഞ്ഞ പയ്യന്മാരെ കെട്ടുന്ന കാലം വരെയായി. തിരിച്ചല്ലെങ്കിലും സമപ്രായത്തിലുള്ളവർ കെട്ടുന്നു. ചെറിയ പ്രായ വ്യത്യാസത്തിൽ, 1 വയസ്സ് 2 വയസ്സ് വ്യത്യാസത്തിൽ. ഭർത്താവിന് ചെറുക്കന് 1 വയസ്സ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 2 വയസ്സ് കൂടുതലായിരിക്കും. ഭാര്യയ്ക്ക്, പെണ്ണിന് ചെറിയ പ്രായക്കുറവ്. ആ തരത്തിലേക്കുകളൊക്കെ മാറി. പഴയ കാലം ഹിന്ദു സമുദായത്തിൽ നിന്ന് ഒരുപാട് തുടച്ചു മാറ്റിയിട്ടുണ്ട്. ആ അനാചാരങ്ങൾ ഇപ്പോൾ ആരും പാലിക്കുന്നില്ല. ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും നാമമാത്രമായ ഞാൻ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക മണി ലോണ്ടറിങ്ങിലൂടെ, ലോൺ എടുത്തതിലൂടെ, സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തതിലൂടെ ഒക്കെയുള്ള ട്രാപ്പുകളും ഇഷ്ടങ്ങളുമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ 20 വയസ്സുള്ള, അല്ലെങ്കിൽ 19 വയസ്സുള്ള, 18 വയസ്സുള്ള, 15 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് മുതിർന്ന ആൾ കല്യാണം കഴിക്കുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം വിചാരിക്കുന്നത്, ആ കുടുംബം രക്ഷപ്പെടുമല്ലോ, മുതലാളി മകളുടെ പ്രായമുള്ളൂ, അല്ലെങ്കിൽ ചെറുമകളുടെ പ്രായമേ ഉള്ളൂ, മുതലാളി കുടുംബത്തെ രക്ഷിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹവുമാണ് നമുക്കുള്ളത്. പക്ഷേ അവിടെ നമ്മൾ കുരുതി കൊടുക്കുന്നത്, അവിടെ നമ്മൾ ഹോമിക്കപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് എന്ന് നാം തിരിച്ചറിയണം. പുരുഷന്മാരെ പോലെ, ആൺകുട്ടികളെപ്പോലെ പെൺകുട്ടികൾക്കും എല്ലാവിധ വികാരങ്ങളും വിചാരങ്ങളും ലൈംഗിക ചോദനകളും എല്ലാം, അമ്മയാകാനുള്ള ആഗ്രഹവും എല്ലാം ഉണ്ട് പെൺകുട്ടികൾക്കും. അവരുടെ മോഹം, പണ്ടൊരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ, അവരുടെ സ്വപ്നം തീരുമാനിക്കുന്നത് ആരാണ്? പെൺകുട്ടികളുടെ ആഗ്രഹത്തിന് അതിർവരമ്പ് നിശ്ചയിക്കുന്നത് ആരാണ്? അവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കണ്ടേ?